ലഞ്ചിനും ഡിന്നറിനും അതുപോലെ തന്നെ നമുക്ക് ടിഫിൻ ബോക്സിലൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഈസി ആയിട്ടുള്ള റെസിപ്പീസ് വന്നിട്ട് ഞാനിന്ന് കാണിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കൊറിയാണ്ടർ റൈസും അതുപോലെ തന്നെ ക്രീമി ആയിട്ടുള്ള ബട്ടർ ഗാർലിക് മഷ്റൂമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ഒരു ഹേർട്ടെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറന്നോ വരുത്. ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ഒന്ന് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നോ വേണ്ട. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 200 ഗ്രാം മഷ്റൂമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിന് കൂടെ ഞാൻ കുറച്ച് പാലക്കിൻ്റെ ലീഫും കൂടി എടുക്കുന്നുണ്ട്. ഇതിൽ ആവശ്യമുള്ള കാര്യമൊന്നുമല്ല, പക്ഷെ എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത് മാത്രമേ ഉള്ളൂ. കുറച്ച് ഹെൽത്തി അല്ലേ, അപ്പോൾ അങ്ങനെ അത് കറിയിലോട്ട് ചേർക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് മാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലപോലെ കട്ട് ചെയ്തിട്ട് എടുക്കുക. ഈ കൂണൊക്കെ മഷ്റൂമില്ലേ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് വേണം കേട്ടോ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ആവശ്യമുള്ള കുറച്ച് സംഭവങ്ങളും കൂടി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം റൈസ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാന് അടുപ്പിലോട്ട് വെച്ചിട്ട് അതിലോട്ട് 1 ടേബിൾ സ്പൂണോളം ബട്ടറും 2 ടേബിൾ സ്പൂൺ നിറച്ച് തന്നെ ഓയിലില്ലേ സാധാ റിഫൈൻഡ് ഓയിലും കൂടി ചേർത്തിട്ട് ചൂടായി വരുമ്പം അതിലോട്ട് ഒരു 1-1.5 ടേബിൾ സ്പൂണെങ്കിലും കുറച്ച് കൂടുതൽ തന്നെ ചെറുതായിട്ട് അരിഞ്ഞ ഗാർലിക് ഇട്ട് കൊടുക്കുക, വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക, പിന്നെ അതിലോട്ട് ഒരു പകുതി ഉള്ളി ഇട്ട് കൊടുക്കുക. വളരെ പൊടിയായിട്ട് വേണം കേട്ടോ ഒക്കെ അരിയാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു 2 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഒറിഗാനോ ഇല്ലേ അതും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ഹാൻഡ്ഫുൾ നമ്മളൊരു കൈപ്പിടി നിറയെ മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നല്ലപോലെ ആ ഉള്ളിയൊക്കെ സോഫ്റ്റായിട്ട് വേണം കേട്ടോ നമ്മൾ ഈ ചില്ലി ഫ്ലേക്സും ഒറിഗാനോയും അതുപോലെ തന്നെ നമ്മുടെ ഈ മല്ലിയിലൊക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ആ ടൈമിൽ ഞാൻ കുറച്ച് റൈസ് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനട്ടോ ബസ്മതി റൈസാണ്, വൈറ്റ് ബസ്മതി ഇല്ലേ അതാണ്. അപ്പോൾ അത് നല്ലപോലെ വേവിച്ചിട്ട് എടുത്തിട്ടുണ്ട്, കുറച്ച് സ്പൈസസ് ഒക്കെ ചേർത്തിട്ട്. ഇനി ആ ഒരു അത് വേറെ പ്രത്യേകിച്ചിട്ടൊന്നും കാണിക്കാനില്ലല്ലോ, അതാണ് കേട്ടോ ഞാൻ കാണിക്കാതിരുന്നത്. നമ്മളൊന്ന് ബോയിൽ ചെയ്തിട്ട് എടുത്താൽ മാത്രം മതി. ഇനി ആ ഒരു മസാലയിലോട്ട് ഇട്ടിട്ട് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് 1.5 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് ഫ്രഷ് കൊറിയാണ്ടർ ലീവ്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാനൊരു 1/2 ടേബിൾ സ്പൂണോളം സോയ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എൻ്റെ ഡാർക്ക് സോയ ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ 1/2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തത്. നോർമൽ സോയ സോസ് ആണെങ്കിൽ നിങ്ങൾ 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തോ. ഇതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെയും മാറ്റം വരുത്താം കേട്ടോ. പച്ചമുളകൊക്കെ എരിവ് കൂടുതൽ വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ചേർക്കുക, കുറവ് വേണമെങ്കിൽ ഒന്ന് ചേർത്താൽ മതി, അങ്ങനെയൊക്കെ. ഇനി ഇതൊന്ന് സിമ്മിൽ 5 മിനിറ്റ് വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കൊറിയാണ്ടർ റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ക്രീമി മഷ്റൂം കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാന് അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് ഓയിലോ അതല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒലീവ് ഓയിൽ ഉണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഇനി അതിലോട്ട് 2 ടേബിൾ സ്പൂൺ നിറച്ച് തന്നെ ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2-3 പച്ചമുളകും കൂടി ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു സവാളൻ്റെ പകുതി, അപ്പോൾ മൊത്തത്തിൽ ഞാനൊരു സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള, അപ്പോൾ അതിൻ്റെ ഒരു പകുതി വളരെ പൊടിയായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുക. അതിനിടയിൽ ഞാൻ കുറച്ച് ബട്ടറും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നന്നായി വഴഞ്ഞ് വരുമ്പോൾ ഇതിലോട്ട് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും അതുപോലെ തന്നെ 1 ടീസ്പൂൺ നിറച്ച് തന്നെ ഒറിഗാനോ ഇല്ലേ അതും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലോട്ട് നമുക്ക് ചേർക്കേണ്ടത് കുരുമുളകാണ്. അപ്പോൾ അതുപോലെ തന്നെ 1 ടീസ്പൂൺ നിറച്ച് തന്നെ കുരുമുളകും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാം കൂടി ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പൊക്കെ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, കാരണം മഷ്റൂമിൻ്റെ ഒക്കെ അളവ് കണ്ടിട്ട് ഉപ്പ് അങ്ങനെ കൂടുതൽ ചേർത്ത് കൊടുക്കേണ്ട, കാരണം ഇതൊക്കെ വെന്ത് കഴിയുമ്പം അത്രയും ഉണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് കുറച്ച് മാത്രം ആദ്യം ഉപ്പ് ചേർത്ത് കൊടുക്കുക, ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച മഷ്റൂമും അതുപോലെ തന്നെ പാലക്കിൻ്റെ ലീഫും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. അപ്പം ഇത് ഈ ഒരു മസാലയൊക്കെ ഈ എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ നല്ലപോലെ തന്നെ മിക്സ് ചെയ്തിട്ട് എടുത്തിട്ട് പിന്നെ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കാം. ഇത് കുക്കായി വരുമ്പം ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും കേട്ടോ. അതുകൊണ്ട് ഇതിൽ പ്രത്യേകിച്ചിട്ട് വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നല്ലപോലെ വെള്ളം ഇറങ്ങിയിട്ട് അതിൽ തന്നെ ഇത് വെന്തോളും. അപ്പോൾ ഇത് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിക്കാം. അപ്പോൾ ഞാൻ ഫ്ലെയിം ലോ ടു മീഡിയം ആ ഒരു ഇതിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ തീ കൂടുതൽ അങ്ങനെ കൂട്ടി വെക്കണ്ട, കാരണം മഷ്റൂം അല്ലേ പെട്ടെന്ന് തന്നെ വേവും ചെയ്യും. പെട്ടെന്ന് ആ ഒരു വെള്ളമൊക്കെ പിന്നെ വറ്റി പിടിക്കാനാക്കണ്ട. അപ്പം നല്ല സിമ്മിലും വെച്ച് കൊടുക്കണ്ട കേട്ടോ. ആ ഒരു റേഞ്ച് നിങ്ങൾക്ക് മനസ്സിലാവില്ല, അങ്ങനെ നോക്കിയിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മഷ്റൂംസൊക്കെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക്